നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്ന നമ്മുടെ കേരളം ആസ്ഥാനമായിട്ട് ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് ബാങ്ക് ആയിട്ടുള്ള ഫെഡറൽ ബാങ്കിലെ ചില അവസരങ്ങളാണ്. അതും പരീക്ഷയില്ലാതെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് പോലും ഇല്ലാതെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ. അപ്പം ഡിഗ്രി എങ്കിലുമൊക്കെയുള്ള ഫ്രഷേഴ്സിന് ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരം ഇതെന്താണെന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഒക്കെ പരിശോധിക്കാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നോക്കുക, ഫെഡറൽ ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. ഫെഡറൽ ബാങ്കിലെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റീസ്. ഇതൊരു അപ്രന്റീസ് അവസരമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓർക്കുക, കേരള, തമിഴ്നാട്, കർണാടക ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കായിരിക്കും ഈ ഒരു അവസരം ഉപയോഗിക്കാനായിട്ട് കഴിയുക. ഇതൊരു 1 ഇയർ അപ്രന്റീസ് അവസരമായിരിക്കും. ഇതിന് മന്ത്ലി സ്റ്റൈഫൻഡ് 18,000 എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഇതിന് നിങ്ങൾക്ക് 17-ാം തീയതി മാർച്ച് വരെ ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക? എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതാ ഇവിടെ നൽകുന്നുണ്ട്. ഗ്രാജുവേറ്റ്സ്, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 50% മേളിൽ മാർക്ക് നേടിയിരിക്കണം. ഫുൾ ടൈം കോഴ്സ് പഠിച്ചവരായിരിക്കണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. പ്രായം 28 ഷാൽ നോട്ട് എക്സീഡ് 28 എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ 28 വയസ്സിൽ താഴെ ആയിരിക്കണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാർച്ച് 1-ാം തീയതി പ്രകാരമായിരിക്കും. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുകൂടാതെ ഒരു 3 ക്രൈറ്റീരിയ കൂടി ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്രന്റീസ് ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ മുൻപ് എന്തെങ്കിലും അപ്രന്റീസ് ട്രെയിനിങ് എടുത്തവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ പാസ് ഔട്ട് ആയിട്ട് 4 കൊല്ലം കഴിയല്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2021 ശേഷമൊക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അതേപോലെ തന്നെ ഒരു 1 ഇയറിൽ മേളിൽ എക്സ്പീരിയൻസ് ഉള്ളവർ അപ്ലൈ ചെയ്യേണ്ടതില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും സെലക്ഷന്? 2 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, സാധാരണ ബാങ്കുകളിലേക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ ഒരു ബാങ്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇതൊരു അപ്രന്റീസ് ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ടെസ്റ്റ് ഒന്നുമില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്ത് ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പിന്നീട് പേഴ്സണൽ ഇന്റർവ്യൂവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സാധാരണഗതിയിൽ സെലക്ഷൻ നടക്കുക. ഓർക്കുക, ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കത്തില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക? ഓർക്കുക, ഇതൊരു അപ്രന്റീസ് ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ നാറ്റ്സ് പോർട്ടലിൽ പോകണം. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഉള്ള ഒരു അപ്രന്റീസ് പോർട്ടലാണ്, അപ്രന്റീസ്ഷിപ്പ് പോർട്ടലാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. അവിടെ പോയിട്ട് അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ലോഗിൻ ചെയ്ത് ആദ്യം ഒന്ന് അപേക്ഷിക്കുക. കൂടാതെ ഫെഡറൽ ബാങ്കിൻ്റെ സൈറ്റിൽ വന്നിട്ടും അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഞാനത് ഫെഡറൽ ബാങ്കിൻ്റെ സൈറ്റിലൊക്കെ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണിക്കാം. ഇക്കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇത് നോക്കുക, ഈ ഒരു നാറ്റ്സിന്റെ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ജനറൽ സ്റ്റുഡൻ്റ് ഉണ്ട്, അതേപോലെ സാൻഡ്വിച്ച് AEDP സ്റ്റുഡൻറ് എന്നുള്ളതുണ്ട്. ഈ ജനറൽ സ്റ്റുഡൻറ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ഉണ്ട്, സ്റ്റുഡൻറ് ലോഗിൻ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ സ്റ്റുഡൻറ് ലോഗിനിൽ പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതേപോലെ തന്നെ ക്വാളിഫൈങ് ഡിഗ്രി, അതിൻ്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ ഡിഗ്രി സർട്ടിഫിക്കറ്റോ ഒക്കെ കയ്യിൽ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡു യു ഹാവ് എബൌട്ട് ഡേറ്റ ടു എൻറോൾ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യാം. യെസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ID നൽകുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു OTP കിട്ടും. അതും കൂടെ വെച്ചിട്ട് വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പോർട്ടലിൽ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു അപ്രന്റീസ് അവസരത്തിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാം. അപ്പം അതിലൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കുക. അപ്പോൾ നോക്കുക, ഞാൻ കണ്ടെത്തിയ ഒരു അവസരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഒന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു കരിയർ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.